പാമ്പുകൾ മനുഷ്യരെ അപേക്ഷിച്ച് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ജീവികളാണ് ഭൂമിയിൽ. അതായത് ക്രെട്ടേഷ്യസ് ഏജിൽ തന്നെ 1450 ലക്ഷം വർഷം മുമ്പ് തന്നെ ഭൂമിയിൽ പരിണമിച്ചുണ്ടായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളാണ്. ഡൈനോസറുകളോടൊപ്പം സഹവസിച്ച ജീവികളാണ്. അപ്പോൾ പലതരത്തിലുള്ള വളരെ അതിസങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങൾ അതിജീവിക്കാൻ സാധിക്കാതെയാണ് ഡൈനോസറുകൾ വംശനാശം വന്നുപോയത്. അത്തരം സാഹചര്യങ്ങളെ പോലും അതിജീവിച്ച് ഇപ്പം നമ്മളോടൊപ്പം കഴിഞ്ഞുകൂടുന്ന ജീവികളാണ് പാമ്പുകൾ. ചെറിയ ഗ്യാപ്പുകളിലൂടെ ഉള്ളിലേക്ക് കടന്ന് കയറാനുള്ള ഒരു പ്രത്യേക കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വീടിൻ്റെ മുൻവാതിലിൻ്റെ താഴെ ചെറിയ വിടവുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വലുപ്പമുള്ള പാമ്പ് ആ വിടവിലൂടെ ഉള്ളിലേക്ക് കയറും. അതല്ല എന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ ചില എൻട്രി പോയിന്റ്സ് ഉണ്ടാകാം. ഒന്ന് ചിലപ്പോൾ നമ്മൾ ജനാലയുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ വെന്റിലേറ്ററുമായിട്ട് ചേർന്നൊക്കെ ചാരി വെച്ചിരിക്കുന്ന എന്തെങ്കിലും വടിയോ അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളോ തൂമ്പായോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അലങ്കാരത്തിന് വേണ്ടി വളർത്തുന്ന ചെടികളൊക്കെ ആയിരിക്കാം. അതിൽ പ്രത്യേകിച്ച് വള്ളിച്ചെടികളൊക്കെ, ഇപ്പം ബൊഗൈൻവില്ലയോ അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ടോ പോലുള്ള വള്ളിച്ചെടികളൊക്കെ അത് വീട്ടിലെ എൻട്രി പോയിന്റ്സ് ആകാവുന്ന വെന്റിലേറ്ററിലേക്കോ അല്ലെങ്കിൽ എയർ ഹോളിലേക്കോ ഒക്കെ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതുവഴി പാമ്പിന് മരത്തിൽ കയറാനോ വള്ളികളിൽ കയറാനോ പറ്റുന്ന പാമ്പുകൾക്ക് അതുവഴി കയറി വരാം. പിന്നെ ചിലപ്പോൾ നമ്മൾ ഓപ്പണായിട്ട് ഇട്ടു പോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ ഓപ്പണായി കിടക്കുന്ന ഔട്ട്ലെറ്റ് പൈപ്പുകളൊക്കെ ഉണ്ടാകും. അതുവഴി പാമ്പിന് വാഷ്റൂമിനകത്തേക്കൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ, ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ വീട്ടിലെ പെറ്റ്സ് ചെറിയ പാമ്പുകളെയൊക്കെ പിടികൂടി വീടിന് ഉള്ളിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അത് ഇപ്പോൾ ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത കുറവാണ്. ഡോഗ്സ് പാമ്പിനെ കണ്ടു കഴിഞ്ഞാലും മിക്കവാറും അതിനെ കടിച്ച് കൊല്ലാനൊക്കെയാണ് സാധ്യത കൂടുതൽ. പക്ഷെ ക്യാറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ജീവനോടെ പിടിച്ച് അതിനെ വീടിനകത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു പാക്കറ്റ് പച്ചക്കറിയുടെ കൂട്ടത്തിൽ വേണമെങ്കിലും ഒരു ചെറിയ പാമ്പിന് വീടിനകത്തേക്ക് വരാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വിറക് കെട്ടിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ വീട്ടുപകരണ കൂട്ടത്തിലോ ഈവൻ കൊറിയറിൻ്റെ കൂട്ടത്തിൽ പോലും പാമ്പ് വീടിനുള്ളിലേക്കൊക്കെ എത്തിപ്പെടാറുണ്ട്. ചിലപ്പോൾ വീടിൻ്റെ മേളിലത്തെ നിലയിലേക്ക് പാമ്പ് വരുന്നത് ഒരു പക്ഷിയുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നതോ അത്തരത്തിൽ എന്തെങ്കിലും രീതിയിലൊക്കെ ആയിരിക്കാം. ചൂട് കാലങ്ങളിലാണെന്നുണ്ടെങ്കിൽ പാമ്പുകൾ എപ്പോഴും തണുപ്പ്, തണല് അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അവിടെ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ അതിന് സുരക്ഷിതമായി ഒളിച്ചിരിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി അത് അങ്ങോട്ട് അട്രാക്റ്റഡ് ആകും. എല്ലാ പാമ്പുകളും വള്ളിച്ചെടികളിലൂടെ അല്ലെങ്കിൽ ചെടികളിലൂടെ കയറി മുകളിലേക്ക് വരത്തില്ല. അപ്പോൾ ആർബോറിയൽ നേച്ചർ എന്ന് പറയും. മരത്തിലൂടെ കയറാൻ കഴിയുന്ന പാമ്പുകൾ, ചേരയും മൂർഖനും വെള്ളിക്കെട്ടനും അങ്ങനെയുള്ള, അതിൽ വിഷമുള്ള പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളും ഒക്കെ ഉണ്ട്. വൂൾഫ് സ്നേക്ക് ഒക്കെ വിഷമില്ലാത്ത തരത്തിൽ നല്ല രീതിയിൽ മരത്തിലൂടെ ഒക്കെ കയറാൻ കഴിയുന്ന പാമ്പുകളാണ്. ചുമരിലൂടെ പോലും കയറി വരും. അതുകൊണ്ടാണ് അതിന് ചുമർപ്പാമ്പെന്ന് മറ്റൊരു പേര് കൂടിയുണ്ട്. നമ്മൾ അലക്ഷ്യമായി വെതറിയിടുന്ന അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സംസ്കരിക്കാത്ത, ഡിസ്പോസ് ചെയ്യാത്ത നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന ഏതെങ്കിലും ജീവികളുടെ, പക്ഷികളുടെയൊക്കെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ്, അത് നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാതിരുന്നാൽ അത് കഴിക്കാൻ വേണ്ടി എലികൾ വരും. എലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. അപ്പോൾ എലികളുടെ സാന്നിധ്യം എപ്പോഴും പാമ്പുകളെ അട്രാക്ട് ചെയ്യും. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ വീടിൻ്റെ പരിസരത്ത് നമ്മൾ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്ന, ഇപ്പോൾ ഒരുപക്ഷെ പഴയ വസ്ത്രങ്ങളാകാം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൻ്റെ പുറത്ത് ഊരി വെച്ച പാദരക്ഷകളാകാം, ഷൂ ഒക്കെ ആകാം, അതല്ലെങ്കിൽ കുറച്ച് വിറകോ അല്ലെങ്കിൽ തേങ്ങ കൂട്ടിയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് നിർമ്മാണ വസ്തുക്കളുടെയൊക്കെ ബാക്കി നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്നു, ഇഷ്ടിക കൂട്ടിയിട്ടിരിക്കുന്നു, മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം, ഈവൻ ചെടിച്ചട്ടി അടുക്കി വെച്ചൊരു ഭാഗം പോലും പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സേഫ് ആയിട്ടുള്ള ഹൈഡ് ഔട്ട്സ് ആണ്. റെസ്ക്യൂ എന്ന് നമ്മൾ പറയുന്നത് ഒരു പാമ്പിനെ കാണുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ആരോഗ്യാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ, അതേ ആരോഗ്യാവസ്ഥയിൽ തന്നെ അതിനെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് അതിനെ റെസ്ക്യൂ എന്ന് പറയുന്നത്. അല്ലാതെ അതിനെ പിടിച്ചു, ആ പിടുത്തത്തിനിടയിൽ അതിന് പരിക്ക് പറ്റി, അതിൻ്റെ വാരിയെല്ലുകൾ തകർന്നു, അല്ലെങ്കിൽ നട്ടലിന് പരിക്ക് പറ്റി, അതിന് ആഹാരം കഴിക്കാൻ പറ്റാത്ത രീതിയിലേക്കായി, എന്നിട്ട് അതിനെ കാട്ടിക്കൊണ്ട് വിട്ടു, അത് കുറച്ച് നാൾ പട്ടിണി കിടന്ന് മരിക്കുന്നതിന് ഒരിക്കലും റെസ്ക്യൂ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് വളരെ സേഫായിട്ട് വളരെ കരുതലോടുകൂടി പാമ്പിനെ ഹുക്ക് കൊണ്ട് മാനേജ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഒരു കഷ്ണം പൈപ്പും ഒരു ഇരുണ്ട തുണി കൊണ്ടുള്ള ഒരു സഞ്ചിയും ഉപയോഗിച്ചിട്ട് ഒരു കൃത്രിമ മാളം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ സുരക്ഷയ്ക്ക് ഒരു ത്രെട്ട് തോന്നിക്കഴിഞ്ഞാൽ അടുത്തെവിടെയാണ് ഒളിക്കാൻ പറ്റുക എന്നുള്ളതാണ് അത് നോക്കുന്നത്. അപ്പോൾ ഇരുണ്ട മാളങ്ങൾ പാമ്പുകൾക്ക് ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ സുരക്ഷിതമായ ഒളിയിടങ്ങളാണ്. നമ്മൾ നിർബന്ധപൂർവ്വം തള്ളിക്കയറ്റേണ്ട ആവശ്യം പോലുമില്ല. മാളം കാണുന്നു, പാമ്പകത്തേക്ക് കയറുന്നു, നമ്മൾ ആ മാളം പാക്ക് ചെയ്തെടുക്കുന്നു, അടുത്ത സ്ഥലത്ത് കൊണ്ട് റിലീസ് ചെയ്യുന്നു.
മിനിമം സ്ട്രെസ് എൻഷുർ ചെയ്തുകൊണ്ട് ആ ഒരു ജീവിയെ വളരെ കരുതലോടുകൂടി തന്നെ കോണ്ടാക്റ്റ് വളരെ മിനിമം ആയിരിക്കുക. കൈകൊണ്ട് തൊടാൻ അത്യാവശ്യമുള്ള സാഹചര്യങ്ങളിൽ മാത്രം കൈകൊണ്ട് തൊടുക. അല്ലാത്തപ്പോൾ നമ്മൾ ഈ ഹുക്ക് കൊണ്ട് തന്നെ അതിനെ എടുത്ത് ഈ ബാഗിലേക്കാക്കി റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ശത്രുവാണ്. അപ്പോൾ നമ്മളതിനെ സഹായിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ അതിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഉപദ്രവിക്കാൻ വേണ്ടിയാണോ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നത് എന്ന് പാമ്പിന് മനസ്സിലാകത്തില്ല. 1 മിനിറ്റ് കൂടുതൽ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ പാമ്പ് ഇത് സ്ട്രെസ് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനും നമ്മളെ കടിക്കാനും ഒക്കെ ഉള്ള സാധ്യതയും കൂടുതലാണ്. പൊതുവിൽ ജനങ്ങൾക്ക് പാമ്പുകളെ പേടിയാണ്. അത് പണ്ട് മുതലേ നമുക്ക് തലമുറകളായി കൈമാറി വന്ന ഒരു ഭയമാണ് പാമ്പുകളോടുള്ള ഒരു ഭയം. മനുഷ്യരാശിക്ക് മാത്രമല്ല മറ്റ് പ്രൈമേറ്റ്സിനൊക്കെ പാമ്പുകളുള്ള ഈ ഒരു ഭയമുണ്ട്. സത്യത്തിൽ ബഹുഭൂരിപക്ഷം പാമ്പുകൾക്കും വിഷമില്ല എന്നുള്ളതാണ്. എന്നാൽ തന്നെയും വിഷമില്ലാത്തൊരു പാമ്പ് കടിച്ചാൽ പോലും ഈ ഒരു ഭയം കാരണം ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മുമ്പ് ഒരു ഡോക്ടർ പറഞ്ഞൊരു സംഭവമാണ്. അതായത് ബുദ്ധിപരമായി അല്പം വളർച്ച കുറഞ്ഞൊരു കുട്ടിക്ക് പാമ്പ് കടിയേറ്റു. ആളെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ട്രീറ്റ്മെൻറ്റ് നടന്നു. ആൾ രക്ഷപ്പെട്ടു. പക്ഷേ എത്രത്തോളം എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചില പോയിന്റ്സിലൊക്കെ ഈ വെയിൻസിൻ്റെയൊക്കെ സാന്നിധ്യം ധാരാളമുള്ള ചില പോയിന്റ്സിലൊക്കെ പാമ്പിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് വെയിൻസിൽ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ കുട്ടി അത് അതിജീവിച്ചു, രക്ഷപ്പെട്ടു, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അവസാനം ഈ ട്രീറ്റ് ചെയ്ത ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ബാധിച്ചിരിക്കുന്ന ഈ ഒരു അപകടത്തിൻ്റെ ഗൗരവം അദ്ദേഹത്തിന് ആ കുട്ടിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്, ആൾ കൂളായിരുന്നത് കൊണ്ടാണ് ആളെ ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്താൻ സാധിച്ചത് എന്നുള്ളതാണ്. പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായും കൂടെയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ആ കടിയേറ്റ ആളെ, വിക്ടിമിനെ റീഅഷ്വർ ചെയ്യുക, സമാധാനിപ്പിക്കുക എന്നുള്ളതാണ്. ഫിസിക്കൽ സ്ട്രെയിനും ഉണ്ടാകാൻ പാടില്ല, മെന്റൽ സ്ട്രെസ്സും ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിൽ കൂളായിട്ട് ആളെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആംബുലൻസ് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ ടാക്സി വിളിച്ചിട്ട് ടാക്സി വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നു, അങ്ങനെ പോലും ഡിലേ വരുത്തരുത് എന്നാണ് വിദഗ്ധരുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു വാഹനം ആ സ്പോട്ടിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ഒരു 2 വീലർ ആയിരിക്കാം. ആ 2 വീലറിൽ കടിയേറ്റ ആൾ സ്വന്തമായിട്ട് കയറി ഓടിച്ചു പോകുന്നത് വളരെ അപകടകരമാണ്. ചിലപ്പോൾ ആൾ കൊളാപ്സ് ആയിട്ട് വീണ് കൂടുതൽ അപകടം പറ്റാനുള്ള സാധ്യതയുണ്ട്. ആളെ പുറകിലിരുത്തിയിട്ട് ഫ്രീ ആയിട്ട് ഇരുത്തിയിട്ടും കൊണ്ടുപോകാൻ പാടില്ല. ഒന്ന് ഈ ഓടിക്കുന്ന ആളുടെ ശരീരത്തോടൊന്ന് ചേർത്ത് ബന്ധിച്ചിരുത്തുകയോ അല്ലെങ്കിൽ പുറകിൽ ഒരാളും കൂടി സപ്പോർട്ടിന് ഇരുത്തിയിട്ടായാലും ആളെ എത്രയും പെട്ടെന്ന് കൃത്യമായിട്ടുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് പാമ്പിന് അതിൻ്റെ വിഷം? അത് ഇര പിടിക്കാൻ വേണ്ടിയിട്ടാണോ ശത്രുവിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണോ? അതായത് പാമ്പ് ഇരയെ കടിക്കുമ്പോഴേക്കും വിഷം കുത്തിവെക്കില്ല എന്നുള്ളതും അതുപോലെ ശത്രുവിനെ കടിക്കുമ്പോഴാണ് വിഷം കുത്തിവെക്കുന്നത് എന്നുള്ളതും ഒരു പൊതുവായ ധാരണയാണ്. ശരിക്കും നേരെ തിരിച്ചാണ്. ശത്രുവിനെ കടിക്കുമ്പോൾ അത് നിവൃത്തിയുണ്ടെങ്കിൽ വെനം ഇഞ്ചക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ഹൈലി സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്താണ് അത് സിവിയർ ആയിട്ടുള്ള ബൈറ്റ് ഉണ്ടാകുന്നത്. ബാക്കി കൂടുതലും ഭൂരിപക്ഷവും ഡ്രൈ ബൈറ്റ് ആയിരിക്കും. ഇര പിടിക്കുമ്പോൾ കൃത്യമായിട്ട് ആ ഇരയെ മയക്കാനും അല്ലെങ്കിൽ അതിനെ മരിപ്പിക്കാനും ആവശ്യമായിട്ടുള്ള വെനം അത് ഇഞ്ചക്ട് ചെയ്തിരിക്കും. അത് പാമ്പുകളുടെ പ്രത്യേകതയാണ്. ചില സീസൺസിലൊക്കെ ഇപ്പോൾ കേരളത്തിൽ ഏപ്രിൽ 2-ാമത്തെയും 3-ാമത്തെയും ആഴ്ച ധാരാളമായി പാമ്പുകടി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാമ്പുകളെല്ലാം നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പാമ്പുകളാണ്. ആ ഒരു പ്രത്യേക കാലാവസ്ഥയും ഒരു ഭയങ്കരമായ അത്യുഷ്ണവും അതുപോലെ ഹൈ ഹ്യൂമിഡിറ്റിയൊക്കെ ആ ഒരു സാഹചര്യം അങ്ങ് മാറിയപ്പോഴേക്കും പിന്നെ പാമ്പുകളെ കാണാറില്ല, സ്നേക്ക് ബൈറ്റ് ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതിനർത്ഥം പാമ്പുകളൊക്കെ മറ്റെവിടെയൊക്കെയോ മാറിപ്പോയി അല്ലെങ്കിൽ ദേശാടനം ചെയ്തു പോയി എന്നുള്ളതല്ല. പാമ്പുകളൊക്കെ അവിടെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ അതിൻ്റെ സ്ട്രെസ് ലെവലൊന്ന് കുറഞ്ഞപ്പോഴേക്കും വീണ്ടും ഒളിയിടങ്ങളിൽ തന്നെ തുടരുക, അല്ലെങ്കിൽ അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാതിരിക്കുക, അത്തരത്തിലുള്ളൊരു ശീലത്തിലേക്ക് അവ മടങ്ങി വന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ പരിസരത്തൊക്കെ ധാരാളം പാമ്പുകൾ ഉണ്ടാവും. അവ വളരെ നിശബ്ദമായി കുറേ പാരിസ്ഥിതികമായ സേവനങ്ങളൊക്കെ തന്നുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ജീവികളാണ്. നമുക്കൊരു അപകടമാകാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുള്ള കരുതൽ. നമ്മൾ അവെയർ ആയിരിക്കുക, ശ്രദ്ധാലുവായിരിക്കുക എന്നുള്ളതാണ്. അണലി ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ എന്റെ പുറകെ വരാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അണലി അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കും. അണലി അനങ്ങത്തില്ല. കൃത്യമായിട്ട് അണലിക്ക് അറിയാൻ രാവൻ ഇതേ വരുന്നുണ്ട്. അത് അന്നേരം തന്നെ ചാടി തിരിഞ്ഞ് കടിക്കുന്നു.
കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, അതുപോലെ തൊഴിലുറപ്പ് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാർ, അതുപോലെ ലോക്കൽ വായനശാല, ഗ്രന്ഥശാല, റെസിഡൻഷ്യൽ അസോസിയേഷൻ, ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലെല്ലാം നമ്മൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട്. പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, പാമ്പുകൾ നമ്മുടെ സ്പേസിലേക്ക് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇനി പാമ്പുകൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ്, പാമ്പുകളുടെ എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, നമ്മൾക്ക് അവർ ചെയ്തു തരുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡൈസ്ഡ് PowerPoint പ്രസൻറ്റേഷനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സർപ്പപാഠം എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. സർപ്പ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ് പ്രത്യേക പരിശീലനം ലഭിച്ച ആൾക്കാരാണ് ഇത് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. കഴിഞ്ഞ ഒരു വർഷം, ഒരു അക്കാഡമിക് ഇയർ കൊണ്ട് നമ്മൾ 100,000-ൽ പരം കുട്ടികളിലേക്ക് സർപ്പപാഠം എന്നൊരു അവയർനെസ് പ്രോഗ്രാം നമ്മൾ എത്തിച്ചിട്ടുണ്ട്. നിശബ്ദരാണ്. നമ്മൾ മിണ്ടാപ്രാണികളെന്ന് പറയുന്ന പല ജീവികളും നിശബ്ദരല്ല. ഇപ്പോൾ പശു, ആട് ഒക്കെ നമ്മൾ മിണ്ടാപ്രാണികളെന്ന് പറയുമ്പോഴും അവയ്ക്ക് ശബ്ദമുണ്ട്. പക്ഷേ ഒരു പാമ്പിനെ, കൈകാലുകളില്ലാത്തൊരു പാമ്പിനെ ഒരു കൂട്ടം ആൾക്കാർ തല്ലിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു, വളഞ്ഞിട്ട് തല്ലുന്നു, അപ്പോഴും അതിനൊന്ന് നിലവിളിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. ആഹാരത്തിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റത്തില്ല, പൂർണ്ണമായും നിശബ്ദരായ ജീവികളാണ്. അപ്പോൾ ഈ പാമ്പുകൾ ജന്മന അനാഥരാണ്. നമുക്ക് പരിഗണന എന്ന് പറയുമ്പോഴേക്കും അവയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും സംരക്ഷണ പ്രവർത്തനങ്ങൾ നൽകുക എന്നുള്ളതല്ല. ജനിക്കുന്ന അന്ന് മുതൽ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹായം ഇല്ലാതെ തന്നെ ഇങ്ങനെ ഒരു പാരന്റൽ കെയർ കിട്ടുന്ന വിഭാഗമല്ല പാമ്പുകൾ. ജനിക്കുന്ന അന്ന് മുതൽ തന്നെത്താനാണ് അത് ജീവിക്കുന്നത്. അപ്പോൾ അവയ്ക്ക് അതിജീവിക്കാനുള്ള കഴിവ് പരമാവധി പ്രകൃത്യാ തന്നെ ലഭിച്ചിട്ടുണ്ട്. നമ്മളായിട്ട് എന്തെങ്കിലും സംരക്ഷണ പ്രവർത്തനങ്ങളൊന്നും നൽകേണ്ടതില്ല. ജീവിക്കാൻ അനുവദിക്കുക എന്നത് മാത്രമേ പാമ്പുകളെ സംബന്ധിച്ച് ചെയ്യേണ്ടതുള്ളൂ. നമുക്കവ ഒരു ശല്യമാകാതെ നമ്മുടെ പരിസരങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുക, പരിപാലിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ.